ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വിൻഡോസ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഗൂഗിൾ ക്രോം വഴി ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫയൽ ഗൂഗിൾ ക്രോമിന്റെ ടൂൾ ബാറിൽ ഇങ്ങനെയാണ് വരുന്നത്. അത് ഈ പഴയ പോലെ ഗൂഗിൾ ക്രോമിന്റെ ബോട്ടം ബാറിൽ ഇതുപോലെ വരുന്നില്ല എന്നുള്ളത്. അത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഫസ്റ്റ് നമുക്ക് ഗൂഗിൾ ക്രോമിന്റെ ലേറ്റസ്റ്റ് വെർഷനിൽ എങ്ങനെയാണ് ഇപ്പോൾ ഫയൽ ഡൗൺലോഡ് ആവുന്നതെന്ന് നോക്കാം. അതിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി സെർച്ച് ബാറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ VLC പ്ലെയർ ആണ് ഡൗൺലോഡ് ആക്കുന്നത്. അതുകൊണ്ട് ഞാൻ VLC പ്ലെയർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ നിങ്ങൾ സെർച്ച് ചെയ്തത് എന്താണോ അതിന്റെ ഡൗൺലോഡ് ലിങ്ക് കാണാൻ കഴിയും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് സെലക്ട് ചെയ്ത് സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും ഫയൽ ഡൗൺലോഡ് ആവുന്നത് ഗൂഗിൾ ക്രോമിന്റെ ടൂൾ ബാറിലാണ്. ഈ ഡൗൺലോഡ് ആവുന്ന ഫയൽ പഴയതുപോലെ ഗൂഗിൾ ക്രോമിന്റെ ബോട്ടം ബാറിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അതിനായി ഗൂഗിൾ ക്രോമിന്റെ സെർച്ച് ബാറിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെർച്ച് ബാറിൽ ഡൗൺലോഡ് ബബിൾ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന എനേബിൾ ഡൗൺലോഡ് ബബിൾ ആൻഡ് എനേബിൾ ഡൗൺലോഡ് ബബിൾ V2 ഇത് രണ്ടിന്റെയും ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഡിഫാൾട്ട് എന്നുള്ളത് ഡിസേബിൾ ആക്കുക. എന്നിട്ട് താഴെ കാണുന്ന റീലോഞ്ചിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ബ്രൗസർ റീലോഡായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത സെറ്റിംഗ്സ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി സെർച്ച് ബാറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോം ആണ് ഡൗൺലോഡ് ആക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ നിങ്ങൾ സെർച്ച് ചെയ്തത് എന്താണോ അതിന്റെ ഡൗൺലോഡ് ലിങ്ക് കാണാൻ കഴിയും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഫോൾഡർ സെലക്ട് ചെയ്ത് സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും ഫയൽ ഡൗൺലോഡ് ആവുന്നത് പഴയതുപോലെ ഗൂഗിൾ ക്രോമിന്റെ ബോട്ടം ബാറിലാണ് ഫയൽ ഡൗൺലോഡ് ആവുന്നത് എന്ന്. ഇൻകേസ് ഈ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് പഴയതുപോലെ ഗൂഗിൾ ക്രോമിന്റെ ബോട്ടം ബാറിൽ ഫയൽ ഡൗൺലോഡ് ആവുന്നില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അതിൽ നിന്ന് താഴെ കാണുന്ന ഓൾഡ് വേർഷനിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഗൂഗിൾ ക്രോമിന്റെ ഒരുപാട് വേർഷൻസ് കാണാൻ കഴിയും. അതിൽ നിന്ന് ഏതെങ്കിലും ഓൾഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ പഴയതുപോലെ ഗൂഗിൾ ക്രോമിന്റെ ബോട്ടം ബാറിൽ ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.